Hi friends, welcome to EduScore NCERT. CBSE 9th class science textbookലെ 6th chapter tissues അതിന്റെ exercise questions ഒക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. First question, define the term tissue. Tissues are a group of cells that have a similar structure and act together to perform a specific function. അപ്പോൾ ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ അത് ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ്. അവരൊക്കെ സിമിലർ ഇൻ സ്ട്രക്ചർ ആയിരിക്കാം, എന്നിട്ട് അവർ ഒരുമിച്ച് ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ ചെയ്യുന്നു. അങ്ങനെയുള്ള ഗ്രൂപ്പ് ഓഫ് സെൽസിനെയാണ് നമ്മൾ ടിഷ്യൂസ് എന്ന് പറയുന്നത്. How many types of elements together make up the xylem tissue? Name them. Xylem എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ ആയിരുന്നു. അതിൽ 4 എലമെന്റ്സ് ആണ് സൈലം ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതൊക്കെയായിരുന്നു അത്? ട്രക്കീഡ്സ്, വെസൽസ്, സൈലം പാരൻകൈമ, സൈലം ഫൈബേഴ്സ്. How are simple tissue different from complex tissues in plants? പ്ലാന്റ്സിൽ സിമ്പിൾ ടിഷ്യൂസും കോംപ്ലക്സ് ടിഷ്യൂസും തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? സിമ്പിൾ ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? They are made up of only one type of cells which looks like each other. ഒരുപോലെയുള്ള കുറേ സെല്ലുകൾ ഒരുമിച്ച് നിന്ന് ഒരു പണിയെടുക്കുന്നു. അങ്ങനെയുള്ള ഗ്രൂപ്പ് ഓഫ് സെൽസിനെ നമ്മൾ സിമ്പിൾ ടിഷ്യൂസ് എന്ന് വിളിക്കുന്നു. ഇനി കോംപ്ലക്സ് ടിഷ്യൂസ് എന്ന് വെച്ചാൽ they are made up of more than one type of cell. ഒറ്റ ടൈപ്പ് സെല്ലിനല്ല നമുക്കതിൽ കാണാൻ പറ്റുക. ഒന്നിൽ കൂടുതൽ ടൈപ്പ് സെല്ലുകൾ ഒരുമിച്ച് നിന്ന് ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ കോർഡിനേറ്റ് ചെയ്ത് പെർഫോം ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ കോംപ്ലക്സ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. കോംപ്ലക്സ് ടിഷ്യൂസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് സെൽസ്. ഓൾ ദീസ് സെൽസ് കോർഡിനേറ്റ് ടു പെർഫോം എ കോമൺ ഫംഗ്ഷൻ. Differentiate between parenchyma, collenchyma and sclerenchyma on the basis of their cell wall. സിമ്പിൾ ടിഷ്യൂസിന്റെ എക്സാമ്പിൾ ആയിരുന്നു പാരൻകൈമ, കോളൻകൈമ, സ്ക്ലിയറൻകൈമ ഒക്കെ. ഇവരെയൊക്കെ അവരുടെ സെൽ വാളിന്റെ ബേസിസിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ, വേർതിരിച്ച് കാണാനാണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പൊ നമ്മളിവിടെ ടേബിൾ ആക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പാരൻകൈമ, കോളൻകൈമ, സ്ക്ലിയറൻകൈമ. പാരൻകൈമയ്ക്ക് പ്രൈമറി സെൽ വാൾ ആണുള്ളത്, കോളൻകൈമയ്ക്കും പ്രൈമറി സെൽ വാൾ ആണുള്ളത്, സ്ക്ലിയറൻകൈമയ്ക്ക് സെക്കൻഡറി സെൽ വാൾ ആണുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്ലിയറൻകൈമ സെക്കൻഡറി സെൽ വാൾ SS, സ്ക്ലിയറൻകൈമയ്ക്ക് മാത്രമാണ് ആ സെക്കൻഡറി വരുന്നത്, S വരുന്നത് എന്നോ അങ്ങനെ എന്തെങ്കിലും ആലോചിച്ച് വെക്കാവുന്നതാണ്. തിൻ സെൽ വാൾ ആൻഡ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ്. പാരൻകൈമേന്റെ സെൽ വാൾ വളരെ തിൻ ആയിരിക്കും, അതുപോലെ തന്നെ ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ്. കോളൻകൈമയുടെ ഓരോ ഈ സെല്ലിന്റെ കോർണേഴ്സിൽ അത് അൺഈവൻലി തിക്കൻഡ് ആയിരിക്കും. അവിടെ ഇവിടെയൊക്കെ തിക്കനിങ്സ് കാണാൻ പറ്റും, പെർട്ടിക്കുലർ ഡെപ്പോസിഷൻ ഉള്ളതുകൊണ്ട്. ഇനി സ്ക്ലിയറൻകൈമയ്ക്കാണെങ്കിൽ നല്ല തിക്ക് സെൽ വാൾ ആണ് ഉള്ളത്. കാരണം എന്താ? അതിൽ ലിഗ്നിൻ എന്നൊരു സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റ് ചെയ്ത് കിടക്കുന്നത് കൊണ്ട് സ്ക്ലിയറൻകൈമയ്ക്ക് തിക്ക് സെൽ വാൾ ആണ് ഉള്ളത്. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ദ സ്റ്റൊമാറ്റ? സ്റ്റൊമാറ്റയുടെ ഫങ്ഷൻസ് എന്താണ്? എന്തായിരുന്നു സ്റ്റൊമാറ്റ? ലീഫിലൊക്കെ കാണുന്ന ഒരു പോർ ലൈക്ക് സ്ട്രക്ചർ ആണ് അല്ലേ? അതിന്റെ ഫങ്ഷൻ എന്തായിരുന്നു? സ്റ്റൊമാറ്റ കൺട്രോൾ ഗ്യാസ് എക്സ്ചേഞ്ച്. പ്ലാന്റും എൻവയോൺമെന്റും തമ്മിൽ ഗ്യാസ് എക്സ്ചേഞ്ച് നടത്തുന്നത് ഈ സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞ ആ പോറിലൂടെയാണ്. വെൻ ഓപ്പൺ ദീസ് പോർസ് അലോ കാർബൺ ഡയോക്സൈഡ് ഇൻ ആൻഡ് ഓക്സിജൻ ആൻഡ് വാട്ടർ ഔട്ട്. ഈ പോർസ്, ചെടിയിലുള്ള ഇലയിലൊക്കെ ഉള്ള ആ പോർസ് ഓപ്പൺ ആവുമ്പം കാർബൺ ഡയോക്സൈഡ് എൻവയോൺമെന്റിൽ നിന്ന് പ്ലാന്റിന്റെ ഉള്ളിലേക്കും ഓക്സിജനും വാട്ടറും ഒക്കെ പ്ലാന്റിന്റെ പുറത്തോട്ടും പോകും. ഈ വാട്ടർ വേപ്പറിന്റെ രൂപത്തിൽ സ്റ്റൊമാറ്റോയുടെ പുറത്ത് പോകുന്നതിനായിരുന്നല്ലോ നമ്മൾ ട്രാൻസ്പിരേഷൻ എന്ന് വിളിച്ചത്, ഓർക്കുന്നില്ലേ? അതെ, അപ്പൊ ഇത് രണ്ടുമാണ് സ്റ്റൊമാറ്റയുടെ ഫങ്ഷൻ. Diagrammatically show the differences between the 3 types of muscle fibers. ഏതൊക്കെയായിരുന്നു മസിൽ ഫൈബേഴ്സ്? സ്ട്രയേറ്റഡ് മസിൽ, അൺസ്ട്രയേറ്റഡ് മസിൽ ആൻഡ് കാർഡിയാക് മസിൽ അല്ലെ? ഇവരൊക്കെ വേറെ വേറെ പേരുകളും നമ്മൾ പഠിച്ചില്ലായിരുന്നോ? ഈ സ്ട്രയേറ്റഡ് മസിൽ, അൺസ്ട്രയേറ്റഡ് മസിലൊക്കെ വോളണ്ടറി ആണോ ഇൻവോളണ്ടറി ആണോ എന്നൊക്കെ പഠിച്ചില്ലായിരുന്നോ?
അതൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. നമ്മളിവിടെ ഡയഗ്രമാറ്റിക്കലി ഈ 3 മസിൽസിനെയും കാണിച്ചിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. വാട്ട് ഈസ് ദ സ്പെസിഫിക് ഫംഗ്ഷൻ ഓഫ് ദ കാർഡിയാക് മസിൽ? കാർഡിയാക് മസിലിന്റെ സ്പെസിഫിക് ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. കാർഡിയാക് മസിൽ ടിഷ്യൂ ഈസ് ഓൺലി ഫൗണ്ട് ഇൻ യുവർ ഹാർട്ട് where it performs coordinated contractions that allow your heart to pump blood through your circulatory system. അപ്പം നമ്മളുടെ ഹാർട്ടിൽ, നമ്മുടെ ഹൃദയത്തിൽ കാണുന്ന മസിലാണ് കാർഡിയാക് മസിൽ. ഇത് കോർഡിനേറ്റഡ് ആയിട്ട് കൺട്രാക്ഷനും റിലാക്സേഷനും സംഭവിക്കുമ്പം നമ്മുടെ ഒരു പ്രഷർ ബിൽഡ് ചെയ്തിട്ട് നമ്മുടെ പമ്പുകളിലൂടെ നമ്മുടെ ഫുൾ ബോഡിയായിട്ട് കണക്റ്റഡ് ഒരുപാട് പമ്പ്സ് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ബ്ലഡ് പോകണ്ടേ. അപ്പം അതിലേക്ക് ബ്ലഡിനെ പമ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് സർക്കുലേറ്ററി സിസ്റ്റത്തിലേക്ക് എത്തുന്നത് ഈ മസിൽസിന്റെ, കാർഡിയാക് മസിൽസിന്റെ കോർഡിനേറ്റഡ് ഫംഗ്ഷൻ കാരണമാണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സ്ട്രയേറ്റഡ്, അൺസ്ട്രയേറ്റഡ് ആൻഡ് കാർഡിയാക് മസിൽസ് ഓൺ ദ ബേസിസ് ഓഫ് ദ സ്ട്രക്ചർ, സൈറ്റ് ഇൻ ദ ബോഡി. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുമ്പം ടേബിൾ ഇട്ട് കാണിച്ചിരുന്നു, നിങ്ങളത് റെഫർ ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിന്റെ ലിങ്ക്സ് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാം. ഡ്രോ എ ലേബിൾഡ് ഡയഗ്രാം ഓഫ് എ ന്യൂറോൺ. ന്യൂറോണിന്റെ സ്ട്രക്ചർ ഡയഗ്രാം വരച്ചിട്ട് ലേബൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ന്യൂറോണിന്റെ ഈ ഒരു പോർഷനെ നമ്മൾ മൊത്തത്തിൽ സെൽ ബോഡി എന്നാണ് പറയുക. ആ സെൽ ബോഡി ഇൻക്ലൂഡ്സ് ഡെൻഡ്രൈറ്റ്, ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം ഒക്കെ. ഇനി ഈ ഒരു ഇലോങ്ങേറ്റഡ് പോർഷനെ നമ്മൾ വിളിക്കുക ആക്സോൺ എന്നാണ്. ഈ ആക്സോണിന്റെ ലാസ്റ്റ് ഇത് ഒരു നെർവ് എൻഡിങ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. നെയിം ദ ഫോളോയിങ്. നമ്മൾ കുറേ ടേംസ് ഒരു ക്വിസ് പോലെ നമ്മൾ പഠിക്കാൻ പോവാം. ടിഷ്യൂ ദാറ്റ് ഫോംസ് ദ ഇന്നർ ലൈനിങ് ഓഫ് അവർ മൗത്ത്. നമ്മളുടെ വായയുടെ ഇന്നർ ലൈനിങ് ഫോം ചെയ്യുന്ന ടിഷ്യൂ ഏതാണ്? അത് സ്ക്വാമസ് എപ്പിത്തീലിയാണ്. ടിഷ്യൂസ് ദാറ്റ് കണക്ട്സ് മസിൽ ടു ബോൺ ഇൻ ഹ്യൂമൻസ്. ഹ്യൂമൻസിൽ മസിൽസും ബോൺസും തമ്മിൽ കണക്ട് ചെയ്യുന്ന ടിഷ്യൂ ഏതാ? ദാറ്റ് ഈസ് ടെൻഡൻ. ബോണും ലിഗമെന്റ്. മസിൽ ടു ബോൺ, ടെൻഡൻ. കൺഫ്യൂസ് ആയി പോവാതിരിക്കുക. ടിഷ്യൂ ദാറ്റ് ട്രാൻസ്പോർട്ട്സ് ഫുഡ് ഇൻ പ്ലാന്റ്സ്. ഫ്ലോയം. സൈലവും ഫ്ലോയവും ആണ് ഇങ്ങനെ ട്രാൻസ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് പ്ലാന്റിലുള്ളത്. അതിൽ ഫുഡ് കൊണ്ടുപോകുന്ന ഫംഗ്ഷനാണ് ഫ്ലോയത്തിനുള്ളത്. അതും നിങ്ങൾക്ക് ആ പ്രൊനൗൺസിയേഷൻ വെച്ചിട്ട് ഫുഡ്, ഫ്ലോയം അങ്ങനെ എന്ത് കണക്ട് ചെയ്യാം. സൈലത്തിലൂടെ വാട്ടറും മിനറൽസും ഒക്കെ മണ്ണിൽ നിന്ന് അബ്സോർബ് ചെയ്ത് കൊണ്ടുപോകാനാണ് യൂസ് ചെയ്യുക. പ്ലാന്റിൽ ഉണ്ടാക്കപ്പെട്ട ഫുഡിനെ പ്ലാന്റിന്റെ പല പാർട്ടിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുക ഫ്ലോയം വെച്ചിട്ടാണ്. ടിഷ്യൂ ദാറ്റ് സ്റ്റോർസ് ഫാറ്റ് ഇൻ അവർ ബോഡി. നമ്മൾ പറഞ്ഞിരുന്നു ഫാറ്റ് അടിഞ്ഞു കിടക്കുകയല്ലേ, സ്റ്റോർ ചെയ്യുമ്പോൾ അടിഞ്ഞു കിടക്കുക. അപ്പം നമുക്ക് അഡിപ്പോസ് ടിഷ്യൂ എന്ന് കണക്ട് ചെയ്ത് ആലോചിക്കാവുന്ന. ഓക്കെ, അപ്പം ടിഷ്യൂ ദാറ്റ് സ്റ്റോർസ് ഫാറ്റ് ഇൻ അവർ ബോഡി ഈസ് അഡിപ്പോസ് ടിഷ്യൂ. കണക്റ്റീവ് ടിഷ്യൂ വിത്ത് എ ഫ്ലൂയിഡ് മാട്രിക്സ്, ദാറ്റ് ഈസ് ബ്ലഡ്. ടിഷ്യൂ പ്രസന്റ് ഇൻ ദ ബ്രെയിൻ. നമ്മുടെ ബ്രെയിനിലുള്ളത് നെർവസ് ടിഷ്യൂ ആണ്. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ടിഷ്യൂ ഇൻ ദ ഫോളോയിങ്. സ്കിൻ, ബാർക്ക് ഓഫ് ദ ട്രീ, ബോൺ, ലൈനിങ് ഓഫ് കിഡ്നി ട്യൂബ്യൂൾ, വാസ്കുലർ ബണ്ടിൽസ്. ഇതിലൊക്കെയുള്ള ടിഷ്യൂ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്കിന്നിലുള്ളത് സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം ആണ്. ട്രീയുടെ ബാർക്കിലോ കോർക്ക് പ്രൊട്ടക്റ്റീവ് ടിഷ്യൂ. ബോണിലോ, ബോൺ ഒരു കണക്റ്റീവ് ടിഷ്യൂ. ലൈനിങ് ഓഫ് കിഡ്നി ട്യൂബ്യൂൾ ക്യൂബോയിഡൽ എപ്പിത്തീലിയം. വാസ്കുലർ ബണ്ടിൽ കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ. സൈലോം ഫ്ലോയോ ഒക്കെ വരുന്നത്. നെയിം ദ റീജിയൻസ് ഇൻ വിച്ച് പാരൻകൈമ ടിഷ്യൂ ഈസ് പ്രസന്റ്. ഒരു പ്ലാന്റിന്റെ കോർട്ടക്സിലും പിത്തിലും, അത് സ്റ്റെമ്മിന്റെയോ റൂട്ടിന്റെയോ ആയിക്കോട്ടെ, അതിന്റെയൊക്കെ കോർട്ടക്സിലും പിത്തിലുമാണ് പാരൻകൈമ കാണാൻ പറ്റുന്നത്. പോലെ ലീവ്സിന്റെ മീസോഫിൽസിലും നമുക്ക് പാരൻകൈമ കാണാൻ പറ്റും. ദ പാരൻകൈമ വിച്ച് കണ്ടെയ്ൻ ക്ലോറോഫിൽ ആർ കോൾഡ് ആസ് ക്ലോറൻകൈമ. What is the role of epidermis in plants? പ്ലാന്റ്സിൽ എപ്പിഡെർമിസ് എന്ന ടിഷ്യൂവിന്റെ റോൾ എന്താണ്? Cells of epidermis form a continuous layer without intercellular spaces. It protects
all the parts of the plant. It performs the function of absorption in roots. It may have a waxy covering called cutin which prevent loss of water in desert plants. അപ്പം എപ്പിഡെർമിസിലെ സെൽസ് ഒരു കണ്ടിന്യൂസ് ലെയർ ആയിട്ട് പ്ലാന്റ് ബോഡി ഫുള്ളായിട്ട് ഒരു കണ്ടിന്യൂസ് ലെയർ ആയിട്ട് ഫോം ചെയ്യും. അതിൻ്റെ ഇടയിൽ ഗ്യാപ്സ് ഒന്നും ഉണ്ടാവില്ല, ഇന്റർസെല്ലുലാർ സ്പേസസ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ റൂട്ടിലും സ്റ്റെമ്മിലും ലീഫിലും എല്ലായിടത്തും ഈ എപ്പിഡെർമിസ് ഉണ്ട്. റൂട്ടിൽ സ്പെസിഫിക്കലി അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് അബ്സോർപ്ഷൻ ആണ്. അതേപോലെ ഇപ്പോൾ ലീഫിലൊക്കെ ഒരു വാക്സി കവറിങ് ഉണ്ടാവും ഈ എപ്പിഡെർമിസിൻ്റെ മുകളിൽ, അതിനെ നമ്മൾ ക്യൂട്ടിൻ എന്നാണ് വിളിക്കുക. അങ്ങനെ ഒരു വാക്സി ലെയറിങ് അതിൻ്റെ മുകളിൽ ഉള്ളത് കൊണ്ട് തന്നെ ഡെസേർട്ട് പ്ലാന്റ്സിലൊക്കെ വെള്ളം നഷ്ടപ്പെട്ടു പോവില്ല, പ്ലാന്റിന് വെള്ളം നഷ്ടപ്പെട്ടു പോവില്ല ഈ വാക്സി ക്യൂട്ടിക്കിൾ ഉള്ളത് കൊണ്ട്. How does the cork act as protective tissue? കോർക്ക് എങ്ങനെയാണ് ഒരു പ്രൊട്ടക്റ്റീവ് ടിഷ്യൂ ആയിട്ട് ആക്ട് ചെയ്യുന്നത്? Presence of suberin in dead cells of cork and absence of intercellular spaces make the cell impermeable to water and gases, thereby protecting the underlying tissues from desiccation, mechanical injury and pathogenic infection. അപ്പം എന്താ പറയുന്നത് എന്ന് വെച്ചാൽ ഈ കോർക്കിൻ്റെ സെൽസിൽ സ്യൂബറിൻ എന്നൊരു പെർട്ടിക്കുലർ സബ്സ്റ്റൻസിൻ്റെ പ്രസൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ സെല്ലുകളുടെ ഇടയിൽ ഇന്റർസെല്ലുലാർ സ്പേസസും ഇല്ല. അതുകൊണ്ട് തന്നെ പ്ലാന്റിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളത്തിന് പുറത്തോട്ടങ്ങ് നഷ്ടപ്പെട്ടു പോകാനുള്ളൊരു ചാൻസ് ഇല്ല. ഇതിൻ്റെ ഉള്ളിലുള്ള സെൽസ് എല്ലാം ഡെസിക്കേഷൻ ഉണങ്ങിപ്പോവാതെയും അതുപോലെ മെക്കാനിക്കൽ ഇഞ്ചുറി എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കാതെയും ഈ പാത്തോജനിക് ഇൻഫെക്ഷൻ കീടങ്ങളൊന്നും അകത്തേക്ക് കയറാതിരിക്കുകയും ചെയ്യും. അങ്ങനെ ഇതിനുള്ളിലുള്ള സെൽസ് എല്ലാം പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കും. കംപ്ലീറ്റ് ദ ടേബിൾ. പെർമനന്റ് ടിഷ്യൂ അത് 2 ടൈപ്പ് ഉണ്ട്. സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ ഉണ്ട്, കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ ഉണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ചിലപ്പോൾ ഇവിടെയും സിമ്പിൾ ആയിരിക്കും, അവിടെ കോംപ്ലക്സ് ആണ്. പെർമനന്റ് ടിഷ്യൂ അത് 2 ടൈപ്പ്, സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ, കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ. സിമ്പിൾ പെർമനന്റ് ടിഷ്യൂയുടെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ബാക്കി 2 ഏതൊക്കെയാണെന്ന് നിങ്ങളോട് എഴുതാനും. അതേപോലെ കോംപ്ലക്സിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, മറ്റേത് ഏതാണെന്നുമാണ് ചോദിച്ചത്. അപ്പം സിമ്പിൾ പെർമനന്റ് ടിഷ്യൂസ് ആർ പാരൻകൈമ, കോളൻകൈമ ആൻഡ് സ്ക്ലിയറൻകൈമ. ആൻഡ് കോംപ്ലക്സ് ടിഷ്യൂസ് ആർ സൈലം ആൻഡ് ഫ്ലോയം. നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? സോ വി ഹാവ് കംപ്ലീറ്റഡ് ദ ചാപ്റ്റർ 6